അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വഫാത്താകുമ്പോ നബി തങ്ങളുടെ എല്ലാ രോമങ്ങളും നരച്ചിട്ടില്ല. 16 17 രോമങ്ങളെ നബി തങ്ങളുടെ നരച്ചിട്ടുള്ളൂ. പെങ്ങളെ ഫാത്തിമ ബീവിയുടെ ഒരു രോമം പോലും നരച്ചിട്ടില്ലായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരി, നിന്റെ തലമുടി നരച്ചു കഴിഞ്ഞല്ലോ. അത് മരണത്തിന്റെ അടയാളമാ. ചെറുപ്പക്കാരാ, അത് മരണത്തിന്റെ അടയാളമാ. ഇനി മേലാ നിന്റെ നാവ് കൊണ്ട് നീ പറയരുത് അസ്റായില്. പറയാതെ വന്നെന്ന് പറയല്ലേ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരാള് മരിക്കുന്ന സമയത്ത് യാചിക്കുന്നത് 4 കാര്യത്തിന് വേണ്ടിയാ. ഒരാളുടെ മരണം അടുത്ത് വരുമ്പോ ആ മനുഷ്യന് യാചിക്കുന്നത് 4 കാര്യത്തിന് വേണ്ടിയാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്. കിട്ടുകയില്ല. അവൻ എത്ര യാചിച്ചാലും ആ 4 കാര്യം അല്ലാഹു കൊടുക്കൂല. എന്നിട്ട് അവൻ നാണം കെട്ടവനെ പോലെ മരിച്ചു പോവുകയാണ്. അതുകൊണ്ട് വഴുത് കേൾക്കാം എന്നവരോട് പറയുന്നു, മരണത്തിന്റെ അടയാളം വന്നു കഴിഞ്ഞു. ഏത് നിമിഷമാണ് വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് 4 കാര്യങ്ങൾ തെണ്ടാ നിൽക്കല്ലേ. 4 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ചെയ്തു കൊള്ളടേ. 4 കാര്യങ്ങൾ മരണം വരുന്നതിന് മുമ്പേ ചെയ്യടേ. ഇല്ലെങ്കിൽ നീ എത്ര കടന്ന് തെണ്ടിയാലും അല്ലാഹു നിനക്ക് തരൂല. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്താ? ഒരാള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പടച്ചവനോട് യാചിക്കുന്നത് പണത്തിന് വേണ്ടിയല്ല, സമ്പത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, കൊട്ടാരങ്ങൾ പണിയാനല്ല, സുഖവാസ ജീവിതത്തിനല്ല, മക്കളെ കാണണമെന്നല്ല, ഭാര്യയെ കാണണമെന്നല്ല, മാതാപിതാക്കളെ കാണണമെന്നല്ല. ഒരു മനുഷ്യന്റെ മരണമെടുക്കുമ്പോ അവൻ അല്ലാഹുവിനോട് ചോദിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്താ? എന്തിനു വേണ്ടിയാണ് യാചിക്കുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുകയാണ്, ഒരു മനുഷ്യന്റെ മരണമെടുക്കുന്ന സമയത്ത് ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോ അവൻ യാചിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എനിക്കല്പം സമയം വേണമല്ലാ. അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? അല്ലാഹുവിനോട് ചോദിക്കുന്നത് സമയമാണോ? വലയ്യു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ.